ദുരുപദേശ സംഘടന എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് നാം അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്ന കേരളത്തിലെ ഈ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വലിയ പെന്തക്കോസ്ത് സഭകളിൽ ഒന്നാണ് TPM. മറ്റ് പെന്തക്കോസ്ത് സഭകളുടെ ഒപ്പമോ അതിനല്പം മുകളിലോ പഴക്കമുള്ള ഒരു സഭയാണ്. ദുരുപദേശ സംഘടന എന്നൊക്കെയാണ് നാം അവരെ കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ നാം കാണാത്ത ഒരു മുഖം, നാം കാണാത്ത ഒത്തിരി കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ദർശിക്കാനാവും. അങ്ങനെ ഒരു അനുഭവം എനിക്കും അതിശയകരമായി തോന്നിയ ഒരു അനുഭവം IPC ജനറൽ കൗൺസിൽ അംഗമായ വർഗീസ് ചാക്കോ സാറുടെ നമുക്ക് വേണ്ടി പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ സംസാരിച്ചതാണ് ഒരു വിഷയം. അത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് കൊടുക്കണമെന്നൊരു തോന്നലുണ്ടായി. അതൊന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. തീർച്ചയായിട്ടും അത് ഒരനുഭവം മാത്രമല്ല, എനിക്ക് TPM നേരത്തെ CPM ആയിരുന്നു, ഇപ്പൊ TPM ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതും കേട്ടറിഞ്ഞതും ആയ പല അനുഭവങ്ങളുണ്ട്. സാറിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദുരുപദേശങ്ങൾ അവർക്കുണ്ടെന്നുള്ളത് സത്യമാണ്, അതിനകത്ത് രണ്ടു തർക്കമില്ല. എന്നാൽ അവരെ അനുകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റ് പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ ഇല്ലാത്ത അനേകം ക്വാളിറ്റികൾ അവർക്കുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത്, ഒരു കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ കൺവെൻഷൻ്റെ പ്രാസംഗികൻ്റെ പേരോ അയാളുടെ അങ്ങനത്തെ പോസ്റ്ററോ ഫോട്ടോയോ ഒന്നും എങ്ങും പരസ്യപ്പെടുത്തത്തില്ല. പ്രസംഗിക്കാൻ കയറുമ്പോഴാണ് അറിയുന്നത് ആരാണിന്ന് പ്രസംഗിക്കുന്നത്. അങ്ങനെ നടന്ന ഒരു പ്രസംഗത്തിലുണ്ടായ അനുഭവമാണ് പറയാൻ പോകുന്നത്. ആ പ്രസംഗത്തിലുണ്ടായ അനുഭവമല്ല, ഞാൻ നേരിൽ കണ്ട അനുഭവം. ദുബൈയിൽ അവരുടെ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ പ്രധാന പ്രാസംഗികനായിട്ട് അന്ന് ഇത് 97-ലെ സംഭവം, എല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും മനസ്സിൽ തട്ടിയ ഒരനുഭവം അത് ലൈവായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു നെക്സ്റ്റ് ചീഫ് പാസ്റ്ററാണ് UK നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് UK ചുമതലയാണുള്ളത്. UK നിന്ന് വന്നിട്ട് അദ്ദേഹം താമസിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടായ പുരാതനമായിട്ട് TPM-കാരനായ തോമസ് കുര്യൻ ഐക്കര. അവര് എല്ലാവരും TPM-ലാണ്. നമ്മുടെ ഷാജി ഐക്കരയുടെ പിതാവ്. അതാ. ഞങ്ങള് 3-4 മുറിയുള്ള വലിയൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാനും അവരുടെ കൂടെ താമസിക്കുന്നത്. ഞാൻ ബഹ്റിനിൽ അങ്ങോട്ട് ചെന്ന സമയം. അപ്പോ ഒരു വലിയ മുറി ഈ UK എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് കൊടുത്തിരിക്കുക. അത് ഇൻഡിപെൻഡൻ്റാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൺവെൻഷനും അദ്ദേഹം പോവും. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ ആൾക്കാർ വരും. അവരെ വിസിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. കോമൺ ആയിട്ടിരിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുക. കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം അല്ല, കൺവെൻഷൻ നടക്കുന്ന സമയത്ത് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട്. അദ്ദേഹം എങ്ങും വിസിറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കൺവെൻഷനെ പ്രാസംഗികനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കൺവെൻഷന്റെ സമയത്ത് അവിടെ പോവും. എന്നാൽ ഒരു ദിവസം, കൺവെൻഷൻ കഴിഞ്ഞ ഒരു ദിവസം, അനേകർ അദ്ദേഹത്തെ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം അവിടുന്ന് യാത്രയാകുക, സിംഗപ്പൂരിന് പോവാണ്. കൺവെൻഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ഡേയിൽ. അപ്പോൾ അനേകർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. കൂട്ടത്തിൽ ലാസ്റ്റിൽ ഒരു സ്ത്രീ വന്ന് ഞങ്ങൾക്ക് പരിചയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മുഖത്ത് നോക്കി. അകത്തോട്ട് വന്നവർക്ക് കഥ തുറന്നു കൊടുത്തു, സ്ലൈഡിങ് ഡോർ അടച്ചു. കുറെ നേരം അപ്പം ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഒരു വനിത വന്ന തന്നെ ഉള്ളൂ, ഡോർ അടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ വെളിയിലോട്ട് ഇറങ്ങി വന്ന് ഈ ഐക്കര തോമസ് കുര്യന്റെ പേര് കുഞ്ഞുമോനെന്ന പെണ്ണെ. അപ്പൊ പറഞ്ഞു, ഞങ്ങളെ ഒരുമിച്ചിരിക്കുക, കുഞ്ഞുമോനെ ഇതെന്റെ സഹോദരിയാണ്. സ്വന്തം സഹോദരി. അവര് ദുബൈയിൽ താമസമുണ്ട്. ഒരു ദിവസം പോലും ഈ പാസ് അങ്ങോട്ട് പോയില്ല. വന്ന് ഇത്രയും ദിവസം ഇവിടെ താമസിക്കുന്നു. നിങ്ങളെ കാണാൻ അങ്ങോട്ട് പോയില്ല, അളിയനെ കാണാനോ പിള്ളേരെ കാണാനോ ഒന്നും പോയില്ല. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോണം. ലാസ്റ്റ് ഡേയിൽ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അങ്ങളെ കാണാൻ വന്നതാണ്. അത് ഞങ്ങൾക്കൊരു അതിശയമായിട്ട് തോന്നി. നമ്മുടെ ഒരു പാസ്റ്റർമാരാണേല് ആദ്യം അങ്ങോട്ടല്ല പോകുള്ളൂ, അവിടെയല്ല താമസിക്കത്തുള്ളൂ. അത് ഞങ്ങളെ ആകർഷിച്ച ഒരു വിഷയമാണ്. അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത്
കുഞ്ഞോനെ അകത്ത് വിളിച്ചു. കുഞ്ഞോനും ഉണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരൻ രാജുവാണ്. അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും കൂട്ടത്തിൽ കയറും. ഞങ്ങളെല്ലാം ഒരു ഒരു അത്രയധികം സ്നേഹിതന്മാരായിരുന്നു. കയറിയപ്പോൾ അദ്ദേഹം ഒരുങ്ങി അവിടുന്ന് സിംഗപ്പൂരിന് പോകാനായിട്ട് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ 2 ജുബായുടെയും പോക്കറ്റിൽ നിന്ന് കുറെ കവറുകൾ എടുത്ത് വെളിയിലോട്ടിരുന്നു. മേശപ്പുറത്ത് ഷട്ടിലോട്ടാ കൂടുതലിടുന്നത്. തലയണ പൊക്കി അവിടുന്ന് കുറച്ച് എടുത്തിരുന്നു. മെത്ത പൊക്കി അതിനകത്തുനിന്ന് കുറച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞോനെ രാജു ഇതെല്ലാം കൂടെ എണ്ണി ടോട്ടൽ തുകയുടെ എത്ര പെർസെന്റേജ് ആണ് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല, അത് ചെന്നൈക്ക് അയച്ചു കൊടുക്കണം, ബാക്കി ശ്രീലങ്കയ്ക്ക് അയച്ചു കൊടുക്കണം. ഇത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ടോട്ടൽ എമൗണ്ടിന്റെ എത്രയോ ഒരു പെർസെന്റേജ്, ആ പെർസെന്റേജ് എത്ര ആണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അത് ചെന്നൈയിലാണെങ്കിൽ അവരുടെ ഹെഡ് ക്വാർട്ടർ, അങ്ങോട്ട് അയച്ചു കൊടുക്കണം, ബാക്കി ശ്രീലങ്കയ്ക്ക് അയച്ചു കൊടുക്കണം. അപ്പോ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ അച്ഛൻ്റെ ഒന്നും വേണ്ടേ, ഞാൻ സിംഗപ്പൂരിന് പോകല്ലേ, എനിക്ക് എന്തിനാ കാശ്, നിങ്ങൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടും, സിംഗപ്പൂരിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ സഹോദരന്മാർ എന്നെ കാത്തവിടെ നിൽപ്പുണ്ട്, ഞാൻ പിന്നെ എന്തിനാ കാശ് കൊണ്ടുപോകുന്നേ. എന്നിട്ട് നിർബന്ധിച്ച് $100 ഇക്വലന്റ് മണി അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ $100 തുല്യമായ തുക എടുത്തുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ കൊടുത്തു. അപ്പൊ ഞാന് മറ്റ് പെന്തക്കോസ്ത് സഭകളിലെ പാസ്റ്റർമാരെ, അന്ന് ഞാൻ ഷാർജയിൽ താമസിക്കുന്ന സമയം അനേകരെ വിസ കൊടുത്തു എന്റെ കൂടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് പോകും. പോയി കഴിഞ്ഞാൽ അനേകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു അവിടെ പോയിട്ട് എന്തോ കിട്ടിയെന്ന് ചോദിക്കുമല്ലോ നാച്ചുറലി. ഞാൻ പാസ്വേഡ് ചോദിക്കും. ഞാൻ കൊണ്ടുപോയപ്പോ പരിചയമുണ്ട്. അല്ല, എന്റെ കൂടെ താമസിക്കുന്ന, ഞാൻ വിസ കൊടുത്തു കൊണ്ടുവന്ന അനേകം പാസ്റ്റർമാരുണ്ട് മറ്റ് സംഘടനകൾ, CPM-കാരല്ല, മറ്റ് സംഘടനകൾ. എത്ര പേര് അങ്ങനെ വിസ കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്? ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് പേര്. പ്രമുഖരായ ആളുകളുടെ പേരും പറയും? ഇല്ല, ആരുടെയും പേര് പറയും. അപ്പൊ ഞാൻ അവരെയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് അവർക്ക് അവരുടെ അടുത്ത് ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ആഹാരത്തിന് ക്ഷണിച്ചാൽ ഞാൻ അന്നേരം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി കവറൊക്കെ കൊടുത്ത് ഞാൻ കണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും എത്ര ഉണ്ടായിരുന്നു, അന്നേരം പറയും അന്നേരം തന്നെ ഞാൻ ബാത്റൂമിൽ പോയി അത് നോക്കി, അത് ഇത്ര ഉണ്ടായിരുന്നു. മനസ്സിലായി പറഞ്ഞേ. എന്നാൽ ഈ TPM-ലെ പാസ്റ്റർമാര് കിട്ടുന്ന കവറെല്ലാം സ്തോത്രം പറഞ്ഞ് വാങ്ങിച്ച് പോക്കറ്റ് ഇടുന്നതല്ലാതെ ആര് തന്നു, എത്ര തന്നു, അവർക്കൊരു തെറ്റുമില്ല. അല്ല, അവർക്കിപ്പോ ആ പൈസ എടുത്ത് ഇപ്പം ഭാര്യക്ക് ചുരിദാർ മേടിക്കേണ്ട കാര്യമോ മക്കളെ സ്കൂളിലെ കോളേജ് കൊണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊരു ദർശനമല്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല. അല്ലാതെ ഒരിടത്തോട്ട് നമ്മളെ ഫുഡിന് ക്ഷണിച്ചാൽ അവിടുന്ന് കിട്ടിയ തുക എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് ബാത്റൂമിൽ പോയി അത് അർജന്റായിട്ട് നോക്കുന്നത് അത് അവകാശമല്ലേ? അവകാശമാണ്. പക്ഷെ എത്ര കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എത്ര കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ TPM-ലെ പാസ്റ്റർമാർ അനുകരിക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല, അത് നമ്മളെ നോക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു കൺവെൻഷനിൽ ചെന്നാല് അവിടെ അവരുടെ പോസ്റ്ററോ വലിയ ഫോട്ടോയോ അവരുടെ പേരോ ഒന്നുമില്ല. ആരാ പ്രസംഗിക്കുന്നത്? പ്രസംഗം പുരത്തിൽ കയറുമ്പോൾ. കാര്യം അവർക്ക് 3 ലാംഗ്വേജ് മിനിമം ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കും, തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. മലയാളികൾ നടത്തുന്ന കൺവെൻഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ നല്ല വശങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഭാഷന്മാരാണെങ്കിൽ സ്റ്റേജിലോട്ട് കയറി തിന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ആദ്യം ഒരാൾ പരിചയപ്പെടുത്തിയെങ്കിലും എല്ലാവരെയും പേരെടുത്ത് പിന്നെ ഇന്നാര് IPC-യുടെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റാണ്, ഇന്നാര് ഓവർസിയറാണ്, ഇന്നാര് ഞാനും പരിചയപ്പെടുത്തിയ പോലെ. അതെ, അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എന്താന്നേ? നേരത്തെ ആവശ്യമില്ല. എന്നിട്ട് ഈ ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ടല്ലോ, യു സ്ക്രാച്ച് മൈ ബാക്ക് ആൻഡ് ഐ വിൽ സ്ക്രാച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊറിയുക. അത് കേട്ടോണ്ടിരിക്കാൻ അവർക്ക് വലിയ സന്തോഷമാണ്. അത് വളരെ വിപുലമായ രീതിയിൽ നാം പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലാത്ത സാധനങ്ങൾ കേൾവിക്കാർക്ക് അരോചകമായി തോന്നത്തക്ക രീതിയിൽ ഇവർ സംസാരിക്കുക. എല്ലാവരെയും പരിചയപ്പെടുത്തി ആദ്യം സ്റ്റേജില് എല്ലാവരെയും പരിചയപ്പെടുത്തി ഒരാൾ സംസാരിക്കുമല്ലോ, അതുപോലെ. അതെ. അപ്പൊ ഈ പൈസ അദ്ദേഹം എത്രയാന്ന് എണ്ണി നോക്കിയില്ല. അദ്ദേഹത്തിന് എണ്ണി നോക്കിയിട്ടില്ല, ആരാ കൊടുത്തതെന്ന് അറിയത്തില്ല. എല്ലാം ഈ 2 പോക്കറ്റോടല്ലേ ഇടുന്നേ. അതെ. വലിയ പോക്കറ്റോടെ രൂപ അത് എണ്ണി കുറച്ച് ചെന്നൈക്ക് കൊടുക്കുക, കുറച്ച് ബാക്കി ശ്രീലങ്കയ്ക്ക് അയക്കുക.
അത് ഞങ്ങള് രാജു കുര്യനും തോമസ് കുര്യനും കൂടി ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അത് അച്ചായൻ അതൊരു അതിശയമായിട്ട് തോന്നി. എനിക്ക് അതിശയമായിട്ട് തോന്നി, തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ. നമ്മുടെ ഭാഷന്മാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഷന്മാരെ ഞാൻ ഡിനൗൺസ് ചെയ്ത് പറയുക, അത് എത്ര ഉണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചില ഭാഷന്മാര് പെട്ടെന്ന് ബാത്റൂം ഉപയോഗിക്കാനെന്ന രീതിയിൽ പോയി അകത്ത് നോക്കിയിട്ട് വരുന്ന അനുഭവം എനിക്കുണ്ട്. അപ്പൊ ആ അനുഭവമുള്ള എനിക്ക് ഇതൊരു നല്ല അനുഭവമായിട്ട് അനുകരിക്കാൻ കൊള്ളാവുന്ന അനുഭവമായിട്ട് തോന്നി. പക്ഷെ നമ്മുടെ ഇടയിൽ അതൊക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം ത്യജിച്ച്, അല്ലേ, എല്ലാം കുടുംബജീവിതം ത്യജിച്ച്, ഭൗതിക വസ്തുക്കളുടെ വാങ്ങിക്കൂട്ടുന്നതും ത്യജിച്ച്, അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളോടൊന്നും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഉപേക്ഷിച്ചുള്ള ഒരു ജീവിതമല്ലേ അവർ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം ഒരർത്ഥത്തിൽ. പക്ഷെ എന്നാലും ദ്രവ്യാഗ്രഹം എല്ലാവർക്കും കാണുമല്ലോ. അതെ അതെ അതെ, എല്ലാം തിരിച്ച് വിട്ടുകൊടുത്ത് വന്നാലും അല്ലെങ്കിൽ ആരെത്ര തന്നു എന്നെങ്കിലും ഒന്ന് നോക്കാനുള്ള ഒരു വ്യഗ്രത കാണത്തില്ലേ? ഞാൻ CPM ജനിച്ചത്, അറിയോ? അന്ന് CPM സിനോൺ പെന്തക്കോസ്റ്റ് മിഷൻ. എനിക്ക് തോന്നുന്നത് അത് അപ്പനും അമ്മയൊക്കെ വിശ്വാസത്തിൽ വരുന്നത് 50കളിലാണ്, 55 ആകാനാ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഫാദറും മദറൊക്കെ സ്നാനപ്പെടുന്നത് ആ CPM വിശ്വാസത്തിരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. പിന്നെ അവിടുന്ന് കുടിയേറി ഹൈറേഞ്ചിലൊക്കെ പോയി ഒരു പ്രത്യേക ജീവിത രീതിയിലേക്കൊക്കെ മാറി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പ്രായപൂർത്തിയാകുമ്പോഴാണ് അണക്കര IPC ചർച്ചിൽ പോയി ആരാധിക്കുന്നതും ഇപ്പോഴത്തെ ഉപ്പുതറ സെൻട്രൽ പാസ്റ്റർ KV വർക്കി തങ്കച്ചായൻ എന്നെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അണക്കര IPC സഭയിലെ അംഗങ്ങളായിരുന്നു ഞങ്ങള്. പക്ഷെ എൻ്റെ അമ്മ CPM കുറിച്ച് ഒരു വാക്കും കുറ്റം പറയാൻ സമ്മതിക്കില്ല. CPM കുറിച്ച് അറിയില്ല. അപ്പനും വലിയ ബഹുമാനമായിരുന്നു അവരെ കുറിച്ച്, CPM കുറിച്ച്. പക്ഷെ അവസാന മരണസമയത്തൊക്കെ പുള്ളിക്കാരൻ പറയുമായിരുന്നു, ഉപദേശ സംബന്ധമായ കാര്യങ്ങളിൽ CPM അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ ഞാൻ പറയും. പക്ഷെ ഒരിക്കലും CPM തള്ളിപ്പറയാട്ടെ വലിയ ഒരു കാരണമുണ്ട് സാറേ. CPMകാർക്ക് CPM ഒരു വിശ്വാസിക്ക് ദൈവം കഴിഞ്ഞാൽ അടുത്ത ആള് അവരുടെ സഭയിലെ മൂപ്പൻ പറയുന്ന പോലെ മാത്രമേ അവര് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് പഠിപ്പിച്ചിരിക്കുക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ല, ബ്രെയിൻ വാഷ് എന്നുള്ളതല്ല, സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒരു കൊടുക്കുന്ന കാര്യം മാത്രമല്ലെന്ന് പല കാര്യങ്ങളില് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. അപ്പൊ ഇപ്പൊ പുതിയ തലമുറ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാകുന്ന പല സഭകളിലും നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ പഴയ അല്ലെ നമ്മുടെ സമയത്തെ ഉള്ള തലമുറ 100% അത് ഭാഷ പറയുന്നത് അനുസരിക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ വലിയ ചെലവാണ് ദുബൈയിൽ ഒരു കൺവെൻഷൻ നടത്തുന്നതിന്. അവിടുത്തെ ഒരു വലിയ ഐസ്ലങ്ക് എന്ന് ഒരു വലിയൊരു സ്റ്റേഡിയം, ഒരു എയർ കണ്ടീഷൻഡാ, അതെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആരുടെയൊന്നും ഒരു പിരിവും ഇവരുടെ ഒരു പരിപാടിക്കും സ്തോത്രാഴ്ചയില്ല. വരുന്ന എല്ലാ ജനങ്ങൾക്കും ആഹാരവും ഉണ്ടോ? അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമേരിക്കയിലെ കോൺഫറൻസുകൾ നമ്മൾ പല കോൺഫറൻസിൽ കുറെ ഏറെ പോയിട്ടുണ്ടെങ്കിലും CPM ഒരു കോൺഫറൻസിൽ പങ്കെടുക്കണം എന്ന പ്രാവശ്യം ഞാൻ നമ്മുടെ ഫിലദൽഫിയയിലെ ബാബുക്കുട്ടിയുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു. അപ്പം പിന്നെ അതേക്കുറിച്ച് കേട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കൂട്ടമാണ് അവിടെ. ആൾക്കൂട്ടം അതിഭയങ്കരമായ ആൾക്കൂട്ടം. അവര് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു, സ്തോത്രാഴ്ചയില്ല. ഇത് നമ്മുടെയൊക്കെ കൺവെൻഷനിൽ ഇപ്പം അമേരിക്കയിൽ പോലും, നാട്ടിലാണെങ്കിൽ പിന്നെ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം, കടവാണ് ഇത്തോ കുത്തോന്നും പറഞ്ഞുകൊണ്ടുള്ള വിലാപവും കരച്ചിലും അങ്ങനെയൊക്കെയാണ് സ്തോത്രാഴ്ച പിരിച്ചെടുക്കുന്നത്. ഇത് സ്തോത്രാഴ്ചയില്ല, ഒന്നുമില്ല. കൊടുക്കേണ്ട വിഹിതം കൊണ്ടുവന്ന് കൊടുക്കേണ്ടവിടെ കൊടുക്കും. എല്ലാവർക്കും ഭക്ഷണം കടമില്ലാതെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിക്കുന്ന കേട്ടേക്കുന്നത് വോളണ്ടറി ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ദുബൈയിലായിരിക്കും കൺവെൻഷൻ നടത്തുന്നത്. ദുബൈയിലെ ഹോട്ടലുകളും കാര്യം സൗദി അറേബ്യയിൽ നിന്ന് ആൾ വരും, ബഹ്റിനിൽ നിന്ന് വരും, കുവൈറ്റിൽ നിന്ന് വരും, മസ്കറ്റിൽ നിന്ന് വരും, ദോഹയിൽ നിന്ന് വരും. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരും. അവർക്കെല്ലാം താമസിക്കാൻ നല്ല ഡീസന്റ് ഒരു മിനിമം 3 സ്റ്റാർ 4 സ്റ്റാർ സ്റ്റാൻഡേർഡുള്ള ഹോട്ടലുകൾ അറേഞ്ച് ചെയ്യും. അവിടെ അവർ താമസിക്കും. എന്നിട്ട് പർട്ടിക്കുലർ ടൈമിൽ രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരിക്കും. ബസ് വരും, ഇവരെ കൂട്ടിക്കൊണ്ട് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ക്രൈസ്തവ ചിന്ത തുടങ്ങിയ ഇടയ്ക്ക് 10-20 വർഷം മുമ്പ്, 25 വർഷമായി, തുടങ്ങിയ 5 വർഷം കഴിഞ്ഞാൽ തോന്നുന്നു. ചെന്നൈയിൽ നമ്മുടെ ഒരു സുഹൃത്തിന് റെജി മാത്യു ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെജിയോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അടയാറിൽ നിന്ന് താമ്പാരത്തേക്ക് കൺവെൻഷൻ മാറിയ കഴിഞ്ഞതിന് ശേഷമൊക്കെയാ. അതെ, മാറി കഴിഞ്ഞില്ല, കുറെ നാളായതൊന്നും മാറിയിട്ട്. അപ്പം
ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഞാൻ ക്രൈസ്തവന്റെ പ്രസിദ്ധീകരിച്ചുകൂടി ഇരിപ്പുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് തോന്നി. 75,000 പേര് അന്ന് സഭായോഗത്തിന് പങ്കെടുക്കുന്ന പുള്ളി എഴുതുന്നത്. എത്ര ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 11 kV കറണ്ട് ഉത്പാദിപ്പിക്കുന്ന 2 ജനറേറ്ററുകൾ സദാശയം വർക്ക് ചെയ്യാണ്. ഗവൺമെന്റ് തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക എന്ന് പറയുന്നത്. പല ഭാഷകളിൽ പല സ്ഥലങ്ങളിലേക്ക് പ്രസംഗങ്ങൾ പോകും, അതത് ഭാഷക്കാർക്ക് കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റമാണെന്ന് പറയും. ഏതായാലും ഈ കാലഘട്ടത്തിൽ നമ്മള് ഒരു കാര്യം സത്യം പറഞ്ഞേ ഉള്ളൂ, നമുക്കുമായിട്ട് നോക്കുമ്പോൾ ദുരുപദേശപരമായ ഉപദേശങ്ങൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ എന്നാൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ശരിയല്ല, ഉപദേശത്തിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് TPM എന്ന് പറയുന്ന ഒരു കൾട്ട് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവരെ അനുകരിക്കാവുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് അവരെ അനുകരിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. നമുക്ക് ആരുടെ ആണെങ്കിലും കൾട്ട് നമ്മൾ പറയണ്ട, കൾട്ട് പോലെ തോന്നുമെന്ന് പറഞ്ഞാൽ മതി, പറയണ്ട. പിന്നെ എനിക്ക് കുറച്ചാകുമ്പോൾ ഇവരോട് കൂടുതലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പനും അവിടെ പിന്നെ അമ്മയെ സ്ഥാനപ്പെടുത്തി ലൂക്കോച്ചൻ എന്ന് പറഞ്ഞൊരു ഭാഷ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. പിന്നെ AC തോമസ്, എനിക്ക് AC തോമസ് സീനിയർ പാസ്റ്റായിരുന്നു, ചീഫ് പാസ്റ്റായിരുന്നു. ഏതായാലും എനിക്ക് നമ്മൾ ചർച്ച ചെയ്യാനുള്ള പ്രധാന വിഷയം ഈ സ്വത്രാഴ്ചയെല്ലാം അവിടെ കൂട്ടിപ്പുറക്കി ഇട്ടിട്ട് $100 എടുത്തോണ്ട് ഒരു കവറും തുറന്നു നോക്കാതെ എനിക്ക് വണ്ടിക്കൂലി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണം അവർ തരും, വാഹന സൗകര്യം അവർ തരും. ബാക്കിയുള്ള $100 തത്തുല്യമായ തുക എടുത്തിട്ട് ബാക്കി മുഴുവൻ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കാണുകയല്ലേ അത്? അറിയില്ല, ഒത്തിരി തുക കാണും. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മദ്രാസ് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ വലിയ സർപ്രൈസ്. അതെ, നമ്മൾ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും നല്ല മാതൃകകൾ പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ TPM-ന്റെ നിലപാടുകളൊക്കെ ശ്ലാഘനീയമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.